ഭാഗമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മളെ ഈ വാർഷിക മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കിരൺ രാജ്, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ആനന്ദൻ പള്ളികുന്നം, ശ്രീജിത്ത് ജയൻ, അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കുന്ന ധനേഷ് തൃശൂർ, ചിപ്പി ദീപൻ, ശ്രീധർ വിഷ്ണു, അനുരഞ്ജിത്ത്, ശരണ്യാസനൻ എന്നിവരെ ഈ സമ്മേളന രീതിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. സർവജ്ഞാനാനന്ദ സമ്പൂർണ്ണ സ്വരൂപനാവുന്ന ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ പൊന്നുപാദങ്ങളെ അഭയം പ്രാപിച്ചുകൊണ്ട് തിരുസമാധിക്ക് ശേഷം ആത്മബോധോദയ സംഘത്തെയും സത്യാദർശത്തെയും ബോധ്യപ്പെടുത്തി വന്ന പുണ്യവിവേകന്മാരെ നമസ്കരിച്ചുകൊണ്ട് ബ്രഹ്മശ്രീ ദേവാനന്ദജി ഗുരുദേവരുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ടും എൻ്റെ ശ്രീ ശുഭാനന്ദാശ്രമത്തിൻ്റെ 38ാമത് വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള യുവജന സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയിലേക്ക് കുമാരി വിജയലക്ഷ്മി സനലിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചു. ഗുരുനാഥ നമസ്കാരം. അകതാരിലുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. ആപത്തു തീർത്തു തന്ന ഗുരുനാഥ നമസ്കാരം. ആനന്ദം നൽകിടുന്ന ഭഗവാനെ നമസ്കാരം. മോഹമോഹിതനായ ഭഗവാനെ നമസ്കാരം. പരലോക സ്വരൂപന ഗുരുനാഥ നമസ്കാരം. ദുരിതമകറ്റിത്തന്ന അഖിലേശ നമസ്കാരം. ദുരിതമകറ്റിത്തന്ന അഖിലേശ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അകതാരിലുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. ഈ മഹനീയ യുവജന സമ്മേളന വേദിയിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ശാന്തികുമാരിയെ ക്ഷണിച്ചു. എൻ്റെ ഗുരുവര എപ്പോഴും പ്രാർത്ഥിക്കുന്നേൻ. അങ്ങേ എപ്പോഴും പ്രാർത്ഥിക്കുന്നേൻ. അറിവില്ല, കഴിവില്ല, പ്രാപ്തിയില്ലാതുള്ള അഗതികൾ പ്രാർത്ഥിക്കുന്നേൻ. എപ്പോഴും അഗതികൾ പ്രാർത്ഥിക്കുന്നേൻ. പ്രാപ്തനാം ദൈവത്തിൻ കാരുണ്യത്തിനായി എപ്പോഴും പ്രാർത്ഥിക്കുന്നേൻ. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നേൻ. എല്ലാം നടത്തുവാൻ, എല്ലാത്തിലുമായി വാഴുവാൻ പ്രാർത്ഥിക്കുന്നേൻ. നാഥൻ വാഴുവാൻ പ്രാർത്ഥിക്കുന്നേൻ. മംഗളരൂപനേ മംഗളദായക മംഗളമാക്കേണമേ. എല്ലാം മംഗളമാക്കേണമേ. പരഹൃദയജ്ഞാനിയും പരഹൃദയവാസിയുമാകുന്ന പരമാനന്ദ സ്വരൂപനാകുന്ന പൊന്നുതമ്പുരാൻ്റെ പുണ്യതൃപ്പാദങ്ങൾ ഭക്തിയോടും നമിച്ചുകൊണ്ടും
ആത്മലോക രക്ഷാർത്ഥം തിരുശരീരങ്ങൾ മാറി മാറി വാണിരുന്ന ഓരോ തിരുവരുളുകളെയും ഓർത്ത് നമസ്കരിച്ചുകൊണ്ടും ഇന്നും നമുക്ക് വേണ്ടി മാറ്റവും മരണവുമില്ലാതെ പ്രത്യക്ഷ രക്ഷകനായി കാർത്തികയിൽ കീർത്തിമാനായി വാഴുന്ന പൊന്നമ്പോറ്റിയുടെ പുണ്യ തൃപ്പാദങ്ങൾ ഭക്തിയോടും നന്ദിയോടും നമിച്ചുകൊണ്ടും ആത്മലോക രക്ഷാർത്ഥ മഹാശക്തി വാണിരുന്ന ഓരോ തിരുവരുളുകളെ ഓർത്ത് നമസ്കരിച്ചുകൊണ്ടും മഹാശക്തിയെ മഹാഗോപുരത്തിൻ്റെ ഉന്നത പൂർത്തീകരണത്തിന് വേണ്ടി മഹാശക്തി ദത്തെടുത്ത് നിലനിർത്തിയിരിക്കുന്ന ആത്മദീപ മാതാവിൻ്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ടും വാർഷികത്തിൻ്റെ ഉന്നത നടത്തിപ്പിനേക്കായി പൊന്നുതമ്പുരാൻ ഇവിടേക്ക് നിയോഗിച്ച് അയച്ചിരിക്കുന്ന സന്യാസ വൃന്ദങ്ങളുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ടും വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന പൊന്നുതമ്പുരാൻ്റെ ഭക്തസന്താനങ്ങളെ ഏവരെയും നമസ്കാരത്തെ അറിയിച്ചുകൊണ്ടും അടിയൻ്റെ മാതാപിതാക്കളുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ടും പൂർവ്വസൂരികളായി ദേവീ ദൂത പരമ്പരകളായി ഇവിടെ നിലകൊള്ളുന്ന സർവാത്മാക്കളെ ഓർത്ത് നമസ്കരിച്ചുകൊണ്ടും എൻ്റെ ശ്രീ ശുഭാനന്ദാശ്രമത്തിൻ്റെ 38ാമത് വാർഷിക മഹോത്സവം ആഘോഷിക്കുന്ന ഈ മഹനീയ വേളയിൽ മഹാശക്തിയെ സർവദോഷ ശാന്തിക്കും പൊന്നുതമ്പുരാൻ്റെ ദീർഘകാല സുഖകാല വാഴ്ചയ്ക്കും വേണ്ടിയുള്ള പരിശുദ്ധമാകുന്ന 12 വെള്ളിയാഴ്ചയുടെ സമാപനവും മഹാതീർത്ഥാടനവും ഉന്നതമായി സമ്പൂർണ്ണമാക്കി നടത്തിക്കൊണ്ട് ആ പരിശുദ്ധതയുടെ നിറവിൽ നിന്നുകൊണ്ട് പുതുവത്സരത്തിൽ പൂരത്തിൻ്റെ പരിപൂർണ ശോഭയെ മഹാശക്തിയെ തൃക്കൊടിയേറ്റി ഈ നിമിഷ സമയം വരെയുള്ള കർമ്മങ്ങളെല്ലാം ഉന്നതമാക്കി നടത്തിക്കൊണ്ട് ഇന്ന് ഈ സമയത്ത് യുവജന സമ്മേളനം മഹാശക്തിയുടെ മഹനീയ സാന്നിധ്യത്തിൽ ഇവിടെ നടത്തപ്പെടുകയാണ്. ഈ സമ്മേളനത്തിൽ ഏഴാവുന്ന അന്വേഷണത്തിൽ പങ്കെടുക്കുവാൻ ഒരു അവസരത്തെ മഹാശക്തി ദാനമായി നൽകിയ ആ മഹാകാരുണ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം 38ാമത് വാർഷിക മഹോത്സവമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. 38 വർഷങ്ങൾക്ക് മുൻപ് ഇനി ഇതേ തരത്തിലുള്ള സൗകര്യങ്ങളോ യാതൊരുവിധ സന്നാഹങ്ങളോ നമുക്കില്ലായിരുന്നു. അറിവോ കഴിവോ പ്രാപ്തിയോ ഇല്ലാത്ത പട്ടിണി പാവങ്ങളാകുന്ന ഒരു പറ്റം ആത്മസന്താനങ്ങൾ ശുഭാനന്ദ ഗുരുദേവൻ്റെ ആ കാലയളവിൽ തന്നെ പൊന്നുതമ്പുരാൻ്റെ തൃപ്പാദത്തിൽ എത്തുകയും ആ സത്യാദർശത്തിൽ കൂടി ജീവിക്കുകയും അവിടുന്ന് തുടർന്നുള്ള പരമ്പരകളാകുന്നു ഈ സത്യാദർശത്തിൽ ഇപ്പോൾ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നത്. ഇന്ന് ഈ 38 വർഷത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ എന്തെല്ലാംവിധ സൗകര്യങ്ങളാണ് ഭഗവാൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നതെന്ന് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശാഖാശ്രമത്തിൻ്റെ വളർച്ചയ്ക്കും പുകഴ്ചയ്ക്കും വേണ്ടി അക്ഷീണം പരിശ്രമത്യാഗികളായി ഇവിടെ ഉണ്ടായിരുന്ന ഓരോ പുണ്യാത്മാക്കളെയും ഇതേ സമയം ഓർക്കുകയാണ്. അതേപോലെ കടന്നു പോയവരെയും ഇന്നും ഇവിടെ നിന്ന് കർമ്മിക്കുന്ന ഓരോ ആത്മസന്താനങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ ശാഖാശ്രമത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മഹാശക്തിയെ എത്രത്തോളം ത്യാഗങ്ങളും കഷ്ടതകളും സഹിച്ചാകുന്നു മഹാശക്തി അരങ്ങൾക്ക് ഇന്ന് ഇതേ വിധത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശാഖാശ്രമത്തിൽ അറിവോ കഴിവോ പ്രാപ്തിയോ ഇല്ല. ദൈനംദിന ജീവിതത്തിൽ ഒരു ദിവസത്തെ അന്നം കഴിക്കുന്നതിന് വേണ്ടി കൂലിപ്പണിക്കാരുമായിട്ടുള്ള ആത്മസന്താനങ്ങൾ ഏകോപിച്ച് നിന്നുകൊണ്ടാണ് ഈ ശാഖാശ്രമത്തെ നടത്തിപ്പോരുന്നത്. എന്നാൽ ആത്മീയതയിൽ ഉന്നതിയിൽ എത്തിച്ചുകൊണ്ട് മഹാശക്തി 9 സന്യാസിമാരെ ഈ തിരുസന്നിധിയിൽ നിന്നും വളർത്തിയുയർത്തി. അതുപോലെ തന്നെ ആശ്രമ സങ്കേതത്തിൽ ഇന്ന് അന്തേവാസിയായും ഇവിടുത്തെ ആത്മസന്താനങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതൊന്നും അടിയങ്ങളുടെ കഴിവല്ല. പൊന്നുതമ്പുരാൻ അടിയങ്ങളിൽ ആളായി നിന്നുകൊണ്ട് സർവകർമ്മങ്ങളിലും കർമ്മരൂപമായി സർവജ്ഞാന രൂപമായി മഹാശക്തി തന്നെ എഴുന്നള്ളി നിന്നുകൊണ്ടാണ് സർവ്വതും നടത്തിത്തരുന്നത്. മഹാശക്തി ഈ മഹാസമ്മേളനത്തിന് തന്നിരിക്കുന്ന വിഷയം സർവജ്ഞാനമാകുന്നു. സർവജ്ഞാനം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് മഹാശക്തി തൻ്റെ 7ാം തിരുവയസ്സിൽ തനിക്കുണ്ടായ ദിവ്യദീപ്തി ദർശനത്തിലെ പഞ്ചമഹാകിരണങ്ങളിൽ ഒന്നാകുന്നു നീലവൃത്താകാരം എന്നുള്ളത്. ആ നീലവൃത്താകാരത്തെ എല്ലാ ഇടങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ കാണാൻ കഴിയും. ഹൃദയത്തിൻ്റെ രൂപത്തിലാകുന്നു അതിനെ പ്രതിനിധാനം ചെയ്തിരിക്കുന്നത്. നീലവൃത്താകാരം എന്നത് സർവജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹൃദയം എന്നാൽ ആ ഭഗവാന്റെ തിരുഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഭഗവാന്റെ തിരുഹൃദയം ആണ് സർവജ്ഞാനം. ആ തിരുഹൃദയത്തിൽ നിന്നുമാണ് നാം ഏവരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഉള്ളതും ഉണ്ടാകേണ്ടതുമായ സർവ്വതും സൃഷ്ടിച്ചത് ആ തിരുഹൃദയത്തിൽ നിന്നുമാണ്.
ആ തിരുഹൃദയത്തിലെ മഹാകാരുണ്യമാകുന്നു നാം ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ അനേകായിരങ്ങൾ ഈ ലോകത്തിൽ അലയുന്നുണ്ട്. കാരണം ഇന്ന് ഭൗതിക ജീവിതം നയിക്കുന്നവരോട് ചോദിച്ചാൽ സർവജ്ഞാനം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ പറയും എല്ലാ മേഖലകളിൽ നിന്നും അവർക്കുള്ള അറിവ്, അല്ലെ എല്ലാത്തിലുമായുള്ള അറിവ്, ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യകളിലും നിന്നും ലഭിക്കുന്ന അറിവ്. അതിൽ ഉപരിയായി സർവജ്ഞാനം എന്നാൽ സത്യത്തെ അറിയുവാനുള്ള അറിവെന്നാകുന്നു. സത്യമാണ് ദൈവം എന്നും പഠിപ്പിക്കുന്ന ഒരു സത്യാദർശമാണ് നമുക്കുള്ളത്. ദൈവത്തെ അറിയാതെ അജ്ഞരായി അന്ധരായി ഈ ലോകത്തിൽ മാടുപോലെ മർത്യജന്മങ്ങൾ അലയുമ്പോൾ, തമ്മിൽ തല്ലിയും കൊന്നും കൊല വിളിച്ചും നടക്കുമ്പോഴും ഭഗവാനിൽ നിന്നുമാണ് നാം എല്ലാം ഉദയമായത് എന്നും നമ്മളിൽ എല്ലാവരിലും കുടികൊള്ളുന്ന ആത്മസ്വരൂപമാണ് എന്നും ഭഗവാൻ തന്നെ നമുക്ക് കീർത്തിച്ച് ദാനമായി നൽകിയിട്ടുണ്ട്. ഒന്നിൽ നിന്നൊന്നായി പോരുന്ന സംഖ്യവും മറ്റൊന്നിൽ നിന്നുണ്ടോ തെല്ലുപോലും. അതുപോലെ ഈ ആദർശത്തിൽ ജീവിക്കുന്ന ആത്മസന്താനങ്ങൾ മാത്രമാകുന്നു ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പര സ്നേഹത്തോടും ഐക്യതയോടും കൂടി ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അത് ആത്മബോധോദയ സംഘാംഗങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാകുന്നു. ഭഗവാന്റെ ആ മഹാകാരുണ്യത്തിൽ കൂടി ഇന്നിത് സമയം വരെയും പൊന്നുതമ്പുരാൻ ഓരോ കർമ്മങ്ങളും നടത്തിത്തരുന്നു. പൊന്നുതമ്പുരാനിൽ നിന്നും വരുന്ന ഓരോ ശബ്ദങ്ങളും സർവജ്ഞാനമാണ്. അടിയൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ തിരുഹൃദയമാകുന്നല്ലോ സർവജ്ഞാനം. ആ തിരുഹൃദയത്തിൽ നിന്നും നമ്മളെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചു. എന്നാൽ ഈ സൃഷ്ടി നടത്തിയപ്പോഴും ഇന്ന് ഈ മനുഷ്യജന്മത്തെ, അതിശ്രേഷ്ഠമാകുന്ന മനുഷ്യജന്മത്തെ നമുക്ക് ദാനമായി നൽകിയപ്പോഴും നമുക്ക് പൂർവ്വജന്മങ്ങളിൽ നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ജന്മപാപവും കർമ്മദോഷവും ജീവനാശവും തീർത്തും പരിശുദ്ധ ഹൃദയത്തിന് അവകാശികളായാൽ മാത്രമേ ഗുരുവിൻ്റെ അധിവാസത്തെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഗുരു നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ ഗുരുവും കരുതിയാലേ നമുക്ക് ആനന്ദമായ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം ആനന്ദ ജീവിതം നയിക്കുക എന്നതാകുന്നു നമ്മുടെ ഉദ്ദേശം. ആനന്ദം എന്ന പടിയിലേക്ക് നാം എത്തപ്പെടണമെങ്കിൽ മഹാശക്തി നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന 7 പടികളാകുന്നു അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം. ഇവയിൽ നിന്നുകൊണ്ട് നാമസങ്കീർത്തനം എന്ന കലിയുഗ മോക്ഷ വ്യവസ്ഥയിലേക്ക് നാം എത്തണം. പുരാണപ്രകാരം കലിയുഗത്തിൽ ഖൽഗി അവതാരമുണ്ടെന്നും ഒരു വെള്ള കുതിരയുടെ മുകളിൽ വാളുമായി ഒരു ആൾ എത്തുമെന്നുമാണ് പറയുന്നത്. എന്നാൽ കലിയുഗത്തിൽ ഖൽഗി മനുഷ്യനായി ഒരുങ്ങി വന്ന് പറഞ്ഞു തരുന്ന ആത്മജ്ഞാനങ്ങളെ ഗ്രഹിക്കുവാൻ നമുക്ക് ഇത്ര വലിയ മഹാഭാഗ്യമാണ് ദാനമായി നൽകിയിരിക്കുന്നത് ഭഗവാൻ. വെള്ളക്കുതിര എന്ന് പറയുന്നത് പരിശുദ്ധ ജ്ഞാനമാണ്. ആ കുതിരയിൽ പരിശുദ്ധ ജ്ഞാനമാകുന്ന വെള്ളക്കുതിരയിൽ ജ്ഞാനമാകുന്ന വാളിനാൽ ഈ ലോകത്ത് നിലനിൽക്കുന്ന അധർമ്മങ്ങളെ, അജ്ഞതകളെ സംഹരിക്കണം. ഖഡ്ഗായുധം ധരിച്ചുകൊള്ളുക, അജ്ഞാനമെല്ലാം ഭസ്മീകരിച്ചിടുവാൻ. അപ്രകാരം ഈ ലോകത്ത് നിലനിൽക്കുന്ന അജ്ഞാനത്തെ ഭസ്മീകരിക്കണമെങ്കിൽ നമ്മൾ ഏവരും ജ്ഞാനമാകുന്ന ഖഡ്ഗം ഏന്തണം. അപ്പോൾ അപ്രകാരമുള്ള ജീവിതം നയിക്കാൻ നമ്മൾ ആദ്യം പരിശുദ്ധിയുള്ളവരാകണം. ആ പരിശുദ്ധി നമ്മളിലേക്ക് കൈവരിക്കുവാനാണ് മഹാശക്തി സർവജ്ഞാനത്തെ നമ്മളിലേക്ക് ദാനമായി നൽകുന്നത്. ഭഗവാൻ നൽകുന്ന ജ്ഞാനം കൊണ്ട് ജ്ഞാനഹൃദയത്തെ ഒരുക്കി, ജ്ഞാനഹൃദയത്തിലാകുന്നു ജ്ഞാനഹൃദയേശ്വരൻ വസിക്കുന്നത്. അപ്രകാരം പൊന്നുതമ്പുരാന്റെ തിരുഹൃദയ അധിവാസത്തിൽ കൂടി ഗുണസംഭരണത്തെ നേടി ദോഷങ്ങളെ സംഹരിച്ച് നിത്യാനന്ദ രാജ്യത്തിന് അവകാശികളാകുവാൻ സർവാത്മാക്കളെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ സമ്മേളനത്തിന് അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ആദർശ് സന്തോഷാണ്. ഒരു പ്രത്യേക മുഖവരയുടെ ആവശ്യമില്ല. ഈ വാർഷിക മഹോത്സവത്തിനെന്നല്ല, ആദർശത്തിൻ്റെ ഓരോ ആശ്രമ കർമ്മങ്ങളിലും വളരെ ധീരമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അരുമസന്താനമാണ് ആദർശ് സന്തോഷ്. നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വ്യാപൃതിയായിരിക്കുന്ന ശ്യാമള ഭക്തിയുടെ കൊച്ചുമകൻ കൂടിയാണ്. ഈ സത്യാദർശത്തിൽ കൂടി അടിയുറച്ച് ജീവിച്ച് അതുപോലെ തന്നെ NDR ശ്രീ ശുഭാനന്ദ ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ ജോയിന്റ് സെക്രട്ടറിയുമാണ്. ഈ വാർഷികത്തിൻ്റെ ഉന്നത നടത്തിപ്പിലേക്ക് രാപകലില്ലാതെ അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും.
ആദർശിനെ ഭഗവത് നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ കിരൺ രാജാണ്. എല്ലാവിധ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. നമ്മുടെ പ്രദേശവാസിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വരികയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ശുഭാനന്ദ ഗുരുദേവൻ പഠിപ്പിക്കുന്നത് സത്യധർമാദികളെ മുൻനിർത്തി പ്രവർത്തിക്കുക എന്നതാണ്. അപ്രകാരം സത്യധർമാദികളെ മുൻനിർത്തി ഏവരെയും ഒന്നുപോലെ കണ്ട് ധീരം പ്രവർത്തിക്കുവാൻ കിരൺ രാജിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കിരൺ രാജിനെ സ്വാഗതം ചെയ്തു. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ആനന്ദ് അനിൽ വഴികുന്നമാണ്. ആദർശത്തിൽ ജനിച്ചു വളർന്ന അരുമ സന്താനമാണ് അദ്ദേഹം. ശുഭാനന്ദ വേദാന്ത സാംസ്കാരിക മാസിക എഡിറ്ററും ശുഭാനന്ദ പഠനക്കളരി നയിക്കുന്നതുമായ ആദരണീയയായ ഉമ്മ ടീച്ചറുടെ മകനാണ് ഇദ്ദേഹം. അലോപ്പതി ചികിത്സാ വിദഗ്ധനാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ സർവജ്ഞാനം കൊണ്ട് മഹാശക്തി ഒഴുകിത്തരുന്ന ആ ജ്ഞാനഗംഗ, ആ തിരുശബ്ദം പ്രകൃതിയിൽ ശബ്ദമായി ശക്തിയായി നിലനിന്നുകൊണ്ട് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ആ സമയത്ത് ഡോക്ടർ ആനന്ദ് അനിൽ അവിടെ ഉണ്ടായിരുന്നു. പൊന്നുതമ്പുരാന്റെ സർവജ്ഞാനമാകുന്ന തിരുശബ്ദം പ്രകൃതിയിൽ ലയിച്ചു നിന്നുകൊണ്ട് ആ കുഞ്ഞിനെ ഇവിടെ എത്തിച്ചു. അതിനെ ഉത്തമ ഉദാഹരണമാകുന്നു ആനന്ദ് അനിൽ. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീജിത്ത് കെ ജയനാണ്. എൻ്റെ ജ്യേഷ്ഠനാണ്. ആദർശധീരനായി ജീവിതം നയിച്ചു വരുന്നു. ഈ ആശ്രമത്തിൻ്റെ ഓരോ കർമ്മങ്ങളിലും എടുത്തു പറയാനില്ല എല്ലാ കർമ്മങ്ങളിലും എന്ന് ഈ ആദർശം സ്ഥാപിച്ചോ അന്നു മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കർമ്മങ്ങളിലും കർമ്മനിരതനായി നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ കെ.ഒ. ജയന്റെയും സുനി ജയന്റെയും മകനാണ്. ആദർശത്തിൽ അടിയുറച്ച് ജീവിക്കുന്നു. ശ്രീ ശുഭാനന്ദ കലാസമിതി അംഗമായിരുന്നു. ഇപ്പോൾ എരുമേലി സബ് രജിസ്ട്രാർ ഓഫീസിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ശ്രീജിത്ത് കെ ജയനെ ഏറെ സ്നേഹത്തോടെ ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് ശ്രീ ധനേഷ് തൃശ്ശൂരാണ്. വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അദ്ദേഹം ആശ്രമത്തിൽ വിശ്വാസിയായി ജീവിച്ചിട്ട്. എങ്കിൽ പോലും ഇന്ന് പ്രഭാതത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പൊന്നുതമ്പുരാൻ ഇപ്പോൾ നമുക്ക് വേണ്ടി ഉദയമായി നൽകിയ കീർത്തനങ്ങൾ കാണാതെ തന്നെ പാടുകയും അത് ഏറെ എന്നെ അത്ഭുതപ്പെടുത്തി. എത്രയോ വർഷങ്ങളായി ഇവിടെ വരുന്നു എന്ന് പറയുന്നത് നമ്മളിൽ എത്ര പേർക്ക് ഒരു കീർത്തനമെങ്കിലും ഇന്ന് പാടി ഇന്നത്തെ ഭഗവാൻ നമുക്ക് വേണ്ടി ദാനമായി നൽകിയിരിക്കുന്ന കീർത്തനം അറിയാം. അദ്ദേഹം നമുക്ക് എന്നും ഒരു മാതൃകയാകുന്നു. ഇപ്പോൾ തൃശ്ശൂർ ആശ്രമത്തിന്റെ പൂജാതി കർമ്മങ്ങളും അദ്ദേഹം നയിച്ചു വരുന്നു. ഏറെ ബഹുമാനത്തോടെ ആദരവോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി ആശംസാ പ്രസംഗം നടത്തുന്നത് ചിപ്പി ജീവനാണ്. ചിപ്പി ജീവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ശ്രീ ശുഭാനന്ദ കലാസമിതി അംഗമായിരുന്നു. വിവാഹത്തിന് ശേഷം ഇപ്പോൾ സിറ്റാർ ആശ്രമവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. ആദർശധീരമായ ഓരോ കർമ്മങ്ങളിലും കർമ്മനിരതയായി നിന്നുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും നിൽക്കുന്ന ചിപ്പി ജീവനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായി ആശംസാ പ്രസംഗം അർപ്പിക്കുന്ന അനു രഞ്ജിത്താണ്. അനു രഞ്ജിത്തിനെ പറ്റി പറയുകയാണ് എങ്കിലും വിവാഹ ജീവിതത്തിന് ശേഷമാണ് ഭഗവാനെ കുറിച്ചും ഈ സത്യാദർശത്തെക്കുറിച്ചും അനു രഞ്ജിത്ത് അറിയുന്നത്. എന്നാൽ ആ സമയം മുതൽ ഇന്നത്തെ സമയം വരെ അടിയുറച്ച വിശ്വാസിയായി കർമ്മങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. അനു രഞ്ജിത്തിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അടുത്തതായി കൃതജ്ഞത അർപ്പിക്കുന്ന ആശ ഉദയനാണ്. ശ്രീ ശുഭാനന്ദ കലാസമിതി നയിക്കുന്നത് ഇപ്പോൾ ആശ ഉദയനാണ്. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് ആശ ഉദയൻ ഈ ആദർശത്തിൽ ബന്ധിച്ച് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ആ സമയം മുതൽ ഈ സമയം വരെ അടിയുറച്ച വിശ്വാസിയും നിഷ്കളങ്കമായ നിഷ്കാമ കർമ്മം ചെയ്യുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ആശ ഉദയൻ. ഏറെ സ്നേഹത്തോടെ ആശ ഉദയനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി നടത്താനിരിക്കുന്നതായ സർവകർമ്മങ്ങളും മംഗളരൂപൻ മംഗളമാക്കി നടത്തിത്തരണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും മഹാശക്തിയെ നാളെ നടത്തുവാനിരിക്കുന്ന സാംസ്കാരിക സമ്മേളനം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ പൊന്നുതമ്പുരാനോട് യാചിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും എത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന സർവ്വവിശിഷ്ട വ്യക്തിത്വങ്ങളെ ആത്മസന്താനങ്ങളെ ഈ തിരുസന്നിധിയിൽ എത്തിച്ചു
മഹാഗോപുരത്തിന്റെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടിയന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ശുഭാനന്ദ.